ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്ന സുബിൻ ശരീഫ് തിന്നിലാപുരം. ഇന്ന് ജൂൺ മാസം 22 ശനിയാഴ്ച, മിഥുനമാസം 8, ദുൽഹജ്ജ് മാസം 15 വരുന്നത്. ഞെട്ടൽ മാറാതെ മലപ്പുറം ഓട്ടോ അപകടം. തിരൂരിൽ പടിയിൽ തലകുടുങ്ങി 9 വയസ്സുള്ള കുട്ടി മരിച്ചു. ഇസ്രായേൽ എന്ന രാജ്യം നിന്ന് കത്തുന്നു. ആലത്തൂർ ലൈസൻസ് ക്യാമ്പ് സമാപിച്ചു. കണ്ടങ്ങളിൽ വെള്ളമില്ല, മഴക്കുറവ് കാരണം. UGC നെറ്റ് പരീക്ഷകൾ മാറ്റിവെച്ചു. കിഴക്കഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സുകാരനെ കാണാതായി. BJP പ്രവർത്തകൻ്റെ വീട്ടുപറമ്പിൽ ആയുധങ്ങൾ കണ്ടെത്തി. യോഗാ ദിനം ആചരിച്ചു. ആന ചവിട്ടിക്കൊന്നു പാപ്പാനെ. അടിമാലിയിലാണ് സംഭവം. വാർത്തകൾ വിശദമായി. തിരൂരിൽ നമസ്കരിക്കാനായിട്ട് പോയ 9 വയസ്സുകാരൻ സിനാൻ ഗേറ്റ് ഇലക്ട്രിക്കിൻ്റെയോ സഹായത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഗേറ്റിൽ തലകുടുങ്ങി ദാരുണമായി മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അവിടെ കുഞ്ഞ് മരിച്ചത് കാണുവാനായിട്ട് മുത്തിയമ്മ വന്നു കാണുകയും അവർ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. നാടിനെ ഒട്ടാകെ വിഷമഘട്ടത്തിലെത്തിച്ചു. തിരൂര് വൈലത്തൂരിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഓട്ടോ അപകടത്തിൽ മരിച്ച 3 പേരെ ഖബറടക്കി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി +1 അപേക്ഷ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന KSRTC ബസ് കൂട്ടിയിടിച്ചതിന് ശേഷം മരണം സംഭവിച്ചത്. ഒരു നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തി. ഇസ്രായേൽ എന്ന രാജ്യം നിന്ന് കത്തുകയാണ്. ഇസ്രായേലിന് നാനാഭാഗത്തു നിന്നും ആക്രമണം തുടങ്ങി. അവർ നിരന്തരം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വയോധികരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ വധിക്കുന്നതിൽ വളരെയധികം സങ്കടമുണ്ടായിരുന്നു പല രാജ്യക്കാർക്കും. യമനിൽ നിന്നും ഹൂതികളും, സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയും, പലസ്തീനിൽ നിന്ന് ഹമാസുമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പട്ടാളക്കാർക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചു. പുറത്തു വിടുന്നില്ല വാർത്തകളൊന്നും എന്ന് മാത്രം. അനേകം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. പലരും മനോവിഷമത്തിലായി വീട്ടിലെത്തി ജോലിക്ക് പോവാതെ ചില പട്ടാളക്കാർ ആത്മഹത്യ വരെ ചെയ്യുകയുണ്ടായി. നാശം തുടങ്ങി എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള അറിയിപ്പ്. ആലത്തൂർ വ്യാപാരി ഭവനിൽ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന പഞ്ചായത്ത് ലൈസൻസ് പുതുക്കൽ ക്യാമ്പ് ഇന്നലെ സമാപിച്ചു. ഒട്ടനവധി പേർക്ക്, ഒരുപാട് വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും ക്യാമ്പിൽ പങ്കെടുത്ത് അവരുടെ ലൈസൻസ് കാലതാമസമില്ലാതെ പുതുക്കുവാനും കൂടുതൽ നൂലാമലകളില്ലാതെ അത് ശരിയാക്കി കിട്ടുന്നതിനും ഈ ലൈസൻസ് ക്യാമ്പ് വളരെയധികം പ്രയോജനപ്പെട്ടതായിട്ട് വ്യാപാരി വ്യവസായി പ്രസിഡൻറ്റ് ചിന്നാവ ഷെയ്ഖ് അറിയിച്ചിരുന്നു. സമീപ പഞ്ചായത്തുകളിലെ വ്യാപാരികൾക്കും
ഈ ലൈസൻസ് ക്യാമ്പ് വളരെയധികം പ്രയോജനം ലഭിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ആലത്തൂർ ഭാഗങ്ങളിൽ കണ്ടങ്ങളിൽ വെള്ളം വറ്റിയതുകൊണ്ട് മുളച്ച് വരുന്ന നെല്ല് ചെടികൾക്കൊന്നും വാട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുടങ്ങളിലും പാട്ടകളിലും കൊണ്ടുവന്ന് വെള്ളം നിറച്ച് ഒഴിച്ചിട്ടൊന്നും കാര്യമില്ലാണ്ടായി മോട്ടർ പമ്പ് കൊണ്ടുവന്നിട്ടാണ് അത്ര കണ്ടങ്ങളിൽ നനച്ചു കൊണ്ടിരിക്കുന്നത്. കോളേജിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള പഠിപ്പുകളിൽ നല്ല ജോലി കിട്ടാൻ വേണ്ടിയുള്ള UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. കുറച്ച് ദിവസം മുമ്പാണ് ഉത്തരങ്ങളൊക്കെ ആർക്കൊക്കെയോ നേരത്തെ കാലത്ത് എത്തി പറഞ്ഞിട്ട് പരാതി വന്നത്. ജൂൺ 25 മുതൽ 27 തീയതി വരെ നടത്തേണ്ട പരീക്ഷയാണ്. ഇങ്ങനൊരു അറിയിപ്പ് മോളുന്നുണ്ടായാൽ മാത്രം അത്ര അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹരികൃഷ്ണൻ പറയുന്ന ചെക്കനെ കാണാണ്ടായി. ഇന്ന് സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ടില്ല പറഞ്ഞിട്ട് ഹരികൃഷ്ണൻ്റെ അച്ഛൻ പരാതിപ്പെട്ടു. 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വടക്കഞ്ചേരി ബസ്സിൽ കയറിപ്പോയതായിട്ട് കണ്ടവരുണ്ട്. കോരഞ്ചിറ കൊന്നക്കൽ വീട്ടിൽ രാജൻ്റെ മകനാണത്ര ഈ 10ാം ക്ലാസ്സുകാരനായ ചെക്കൻ. കണ്ടു കിട്ടുന്നവർ 95 44 54 23 12 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ BJP പ്രവർത്തകൻ്റെ മുറ്റത്തോ പറമ്പിലൊക്കെ ആയിട്ട് നിറച്ചു ആയുധങ്ങൾ കണ്ടെത്തി പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. വിവരം അറിയിച്ചതനുസരിച്ചിട്ട് പോലീസ് വന്നിട്ട് നോക്കിയപ്പോൾ വടിവാള്, കൊടുവാള്, വെട്ടുകത്തി, 2 തലയുള്ള മൂർച്ചയുള്ള കത്തി, പൈപ്പുകൾ ഒക്കെ കണ്ടു കിട്ടിയെന്നാണ് പറയുന്നത്. അവിടെ ബോംബ് ഉണ്ടാക്കേണ്ടതെന്ന് വിവരം കിട്ടി. പോലീസുകാർ വന്ന് കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. യോഗ ദിനം ആചരിച്ചു. കണ്ണും പൂട്ടി കൈയും കാലൊക്കെ നീട്ടി ശ്വാസം വലിച്ചു വിടുന്ന ഒരു ആചാരമാണ് ചമ്പ്രം പിടിഞ്ഞിരുന്നിട്ടൊക്കെ ഇരിക്കുന്നത്. ഒരു വ്യായാമ മുറയാണ് അത്ര യോഗ. അതിൻ്റെ ദിവസമായിരുന്നു ഇന്നലെ എന്നാണ് പറയുന്നത്. ആന ചവിട്ടിക്കൊന്നു പാപ്പാനെ. അടിമാലി കല്ലാർ കമ്പിലൈൻ സ്പേസസ് പാർക്കിൻ്റെ അടുത്തുള്ള ആന സവാരി കേന്ദ്രത്തിലാണ് ആനനെ മേയ്ക്കണ 2ാം പാപ്പാനെ ആന ചവിട്ടി വലിച്ചു കൊന്നത്. CCTVയിൽ കണ്ടു ജനങ്ങൾ മുഴുക്കനും. 1ാം പാപ്പ ഓടി വരുമ്പോഴേക്കും ആന 2ാം പാപ്പനെ തൂക്കി വലിച്ചെറിഞ്ഞു. ആശുപത്രി കൊണ്ടുപോയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ജീവനും അവിടെ വെച്ചിട്ട് അവസാനിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ആലത്തൂർ മഞ്ചാടി പ്ലേ സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പ്ലേ സ്കൂള് വിക്ടറി ലൈനിലാണ് വരുന്നത്. റുക്കിയ ടീച്ചറാണ് അതിൻ്റെ പ്രിൻസിപ്പാൾ. ഫോൺ നമ്പർ 90 37 71 77 39. ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ അതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പരിചരണങ്ങളും ഒക്കെ നോക്കി വേണ്ട പോലെ ഉണ്ണികൾക്കുള്ള തൊട്ടികളിലൊക്കെ കിടത്തിയിട്ടൊക്കെ മോന്തിയാണ് ഇവരെ ഉത്തരവാദിത്വത്തോടുകൂടി ഉണ്ണികളെ നോക്കി പരിചരിക്കുന്നതാണ് പറയുന്നത്. എല്ലാം അറിയണ ആയിയും ടീച്ചറും അവിടെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. മർക്കസിൻ്റെ കീഴിലുള്ള തിബിയാൻ പ്ലേ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചു. വായനൂർ റോട്ടിൽ ഷാക്കിർ പറയുന്ന ആളിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ തൽക്കാലം ആ സ്കൂൾ തുടങ്ങുന്നത്. പരിചയസമ്പന്നരായ ടീച്ചർമാരും ആയമാരൊക്കെ അവിടെ ഉണ്ട്. നല്ല സൗകര്യങ്ങളുള്ള സ്കൂളാണ് എന്നൊക്കെ റഫീഖ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5 വയസ്സ് കഴിഞ്ഞ ഉണ്ണികളിനൊക്കെയാണ് അവിടെ ചേർക്കുന്നത്. 3-3.5 വയസ്സ് വരെയായ ഉണ്ണികളാണെങ്കിലും അവർ വേണ്ട പോലെ നോക്കി ഓതലത്തെ സ്കൂളത്തെയൊക്കെ വിവരങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.